കെട്ടിട പെർമിറ്റിന് ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിയ കേസിൽ കൊച്ചി കോർപ്പറേഷനിൽ വിജിലൻസിന്റെ തുടർ പരിശോധന. വൈറ്റിലയിലെ സോണൽ ഓഫീസിലാണ് പരിശോധന. പിടിയിലായ സ്വപ്നയുടെ ബാഗിൽ നിന്ന് 45,000 രൂപ കൂടി വിജിലൻസ് കണ്ടെടുത്തു. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഈ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വിജിലൻസിന്റെ തുടർ പരിശോധനകൾ എങ്ങനെയാണ്? ഇപ്പോൾ കൂടുതൽ തുക പിടിച്ചെടുത്തു എന്ന വിവരമൊക്കെ വരുന്നുണ്ടല്ലോ. അനുജ, ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധന ഇവിടെ നടക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷന്റെ വൈറ്റ്ല സോണൽ ഓഫീസിലാണ് ഇപ്പോൾ ഈ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. വിജിലൻസിന്റെ ഗസ്റ്റഡ് ഓഫീസ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. നേരത്തെ ബിൽഡിംഗ് പെർമിറ്റ് നൽകിയ ഇതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്നയുടെ ഓഫീസ് ക്യാബിനുള്ള രേഖകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ വെച്ച് വിജിലൻസിന്റെ ഈ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വളരെ നാടകീയമായി വിജിലൻസ് സംഘം സ്വപ്നയെ പിടികൂടിയത്. കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് സ്വപ്ന. 3 നില അപ്പാർട്ട്മെന്റിനായി ഏതാണ്ട് 15,000 രൂപയാണ് സ്വപ്ന കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഓരോ ഫ്ലോറിനും 5,000 രൂപ എന്ന നിലയിലാണ് അവർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് വൈറ്റില പൊന്നൂരിനിയിലെ പാലത്തിന് സമീപത്താണ് ഇവരെ കാറിൽ സഞ്ചരിക്കവേ വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയത്. എന്തായാലും ശക്തമായ നടപടിയെ വിജിലൻസ് സംഘം മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, ജനുവരി മുതൽ തന്നെ ഈ പരാതിക്കാരൻ ഈ ഒരു കെട്ടിട പെർമിറ്റിനായി ഇവിടെ ഓഫീസിൽ കയറിയിരുന്നത്. പക്ഷേ കെട്ടിട പെർമിറ്റ് അവർ അനുവദിച്ച് നൽകിയില്ല. പല കാരണങ്ങൾ പറഞ്ഞാണ് അവർ ഈ ഒരു കെട്ടിട പെർമിറ്റ് നൽകുന്നത് നീട്ടി പോയത്. അതിനുശേഷം പിന്നീട് 15,000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് വിജിലൻസ് സംഘത്തിന് ഈ പരാതിക്കാരൻ പരാതി നൽകുന്നത്. എന്തായാലും ഈ ദൃശ്യം കാണുന്നത് സ്വപ്നയുടെ ക്യാബിനാണ്. ഇവിടുത്തെ ചില രേഖകളടക്കം ഇപ്പോൾ വിജിലൻസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ ഓഫീസിൽ വെച്ച് നടക്കുന്നത്. ഇന്നലെ വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയതിനു ശേഷം നടത്തിയ പരിശോധനയിൽ 45,000 രൂപയും പിടികൂടിയിരുന്നു. ഇതും ഒരു കൈക്കൂലി പണമാണോ എന്ന കാര്യം ഇപ്പോൾ വിജിലൻസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും സ്വപ്ന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക നേരത്തെ തന്നെ വിജിലൻസ് സംഘം ശേഖരിച്ചിരുന്നു. കാരണം കൊച്ചിയിലെ ഈ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ അഴിമതിക്കാരുടെ പട്ടിക വിജിലൻസ് സംഘം ശേഖരിച്ചിരുന്നു. അതിൽ സ്വപ്നയുടെ പേരും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ കഴിഞ്ഞ ഏതാനും നാളുകളായി വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സ്വപ്ന. അതിനുശേഷമാണ് ഇന്നലെ പൊന്നൂരിൽ വെച്ച് വളരെ നാടകീയമായി വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയത്. നിലവിലിപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ് സ്വപ്നയുള്ളത്. അവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം സ്വപ്നയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈറ്റില സോണൽ ഓഫീസിൽ ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധന നടക്കുകയാണ്. 45,000 രൂപ പിടികൂടിയ സാഹചര്യത്തിൽ ഇതും അഴിമതി പണമാണോ അല്ലെങ്കിൽ കൈക്കൂലി പണമാണോ എന്ന കാര്യം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ശരി, കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റിലെ സോണൽ ഓഫീസിലാണ് വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. കെട്ടിട പെർമിറ്റിന് വേണ്ടി ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങി എന്ന കേസിനെ തുടർന്നാണ് വിജിലൻസിന്റെ തുടർ പരിശോധന.